ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ 2 ഭീകരർ അറസ്റ്റിൽ. ഭീകരരിൽ നിന്ന് തോക്കുകളും ഗ്രനേഡുകളും കണ്ടെടുത്തു. അതിനിടെ ജമ്മു കാശ്മീരിൽ പൊട്ടാത്ത പാക് മോർട്ടാർ ഷെല്ലുകൾ കണ്ടെത്തി. സുരക്ഷാ സേന എത്തി ഷെല്ലുകൾ നിർവീര്യമാക്കി. ബൽറാം നുരങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തുടർച്ചയിൽ തുടങ്ങിയതാണ് ആ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ നടപടികൾ. അതിപ്പോഴും ഇടർച്ചയില്ലാതെ, അത് തടസ്സമില്ലാതെ തുടരുകയാണോ ആ മേഖലയിൽ ഒട്ടാകെ? ബൽറാം. ഹഷ്മി, പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രാദേശിക ഭീകരർക്കെതിരായ നടപടികൾ സൈന്യം കടുപ്പിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ 2 ഭീകരവാദികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഷോപ്പിയാനിൽ ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ട് എന്ന രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൈന്യവും ഒപ്പം തന്നെ CRPFും ജമ്മു കശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിനിടെയാണ് 2 പേർ പിടിയിലായിരിക്കുന്നത്. ഇവർ ലഷ്കർ ഇ തൊയ്ബയുടെ ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് എന്നാണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. ഇർഫാൻ ബഷീർ, ഉസൈർ സലാം എന്നീ 2 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവരിൽ നിന്നും വൻതോതിൽ ആയുധങ്ങളും മറ്റ് സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. 2 AK-56 റൈഫിളുകൾ, 2 മാഗസിനുകൾ, 102 തിരകൾ, കൂടാതെ 2 ചൈനീസ് നിർമ്മിത ഹാൻഡ് ഗ്രനേഡുകൾ എന്നിവയാണ് ഇവരിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. മറ്റ് ഓവർഗ്രൗണ്ട് വർക്കേഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്നതിനായുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് തന്നെയായിരുന്നു സൈന്യം തെരച്ചിൽ ആരംഭിച്ചത്. എന്നാൽ ഈ ഭീകരവാദികൾ കീഴടങ്ങുകയായിരുന്നു പോലീസിന് മുന്നിൽ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം ഈ അതിർത്തി സംഘർഷത്തിൻ്റെ ഘട്ടത്തിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച 3 മോർട്ടാർ ഷെല്ലുകളാണ് ജമ്മുവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ RTO ഓഫീസിന് സമീപം കുറ്റിക്കാട്ടിൽ ഈ പൊട്ടാത്ത 3 ഷെല്ലുകൾ ഉള്ളതായി കണ്ടെത്തിയതും തുടർന്ന് ഇത് ബോംബ് ഡിസ്പോസൽ സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തുകയും ഇവ നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് ഇത്തരത്തിൽ പൊട്ടാത്ത ഷെല്ലുകൾ ഉണ്ടെങ്കിൽ അതിന് ജാഗ്രത പുലർത്തണമെന്നും ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിക്കണം എന്നുമുള്ള നിർദ്ദേശം പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്. ഹഷ്മി. യെസ്, ബൽറാം നുരങ്ങാടിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ.